ആശാൻ ചൊല്ലിക്കൊടുക്കാൻ വരും വിളക്കെത്ത സമയത്ത്, രാവുമല്ല പകലല്ലാത്ത സമയത്ത് ചൊല്ലിക്കൊടുക്കാൻ വരും. കുട്ടി എന്നാ പറയും ദൈവമില്ല എന്ന് പറയുന്ന ആ ആൾ പിന്നെ ദൈവമേ എന്നുള്ള ദൈവത്തിൻ്റെ നാമം ചൊല്ലുമോ? ഇല്ല. ആശാൻ ചൊല്ലി കൊടുക്കുന്നത് ഹിരണ്യായ നമാന്ന് പറയണം, നാരായണ നമാന്ന് പറയാൻ പറ്റില്ല. ആ ഹിരണ്യായ നമ ഹിരണ്യായ നമ. ഈ കുട്ടി എന്തെന്ന് പറയും നാരായണ നമ പറയുന്നത്. ശരി, ആശാൻ ചൊല്ലി കൊടുക്കുക ഹിരണ്യായ നമാണ്. അപ്പോൾ വെടിയിട്ട് വല്ലു. ആരെങ്കിലും പറഞ്ഞു പറഞ്ഞാൽ മതി, അപ്പോൾ വെടിയിട്ട് വല്ലു. നാരായണ ദൈവമില്ല, ഞാനും ദൈവം എന്ന് പറഞ്ഞാൽ അങ്ങനെ കുട്ടി ഇങ്ങനെ നാരായണ നമ്മ അല്ല ഹിരണ്യായ നമ്മ എന്ന് ചൊല്ലി കൊടുക്കുമ്പോൾ നാരായണ നമ്മ എന്നല്ല പറഞ്ഞു. രാവുമില്ല പകലില്ലാത്ത സമയത്ത്, രാവും പകലും കൊല്ലാൻ പാടില്ല, ആയുധങ്ങളാലെ കൊല്ലാൻ പാടില്ല, നിലത്ത് വെച്ച് കൊല്ലാൻ പാടില്ല, മനുഷ്യൻ കൊല്ലാൻ പാടില്ല. ഇങ്ങനെയുള്ള പല വരങ്ങളും കിട്ടിയിട്ടുണ്ട് ആ ഹിരണ്യ രാജാവിന്. അങ്ങനെ രാവുമില്ല പകലില്ലാത്ത സമയത്താണ് ഈ കുട്ടിയോട് ഈ ചോദ്യം ചെയ്യുന്നത്. അപ്പോൾ കുട്ടി പറഞ്ഞ് എല്ലാ തരാതര വസ്തുക്കളിലുണ്ടെന്ന്, നിൻ്റെ ദൈവം നാരായണൻ എവിടെയെന്ന് ചോദിച്ചു. അപ്പോൾ കിഴക്കപ്പുറത്ത് നിന്ന് ചൊല്ലി കൊടുക്കുമ്പോൾ തൂണാണ് കണ്ടത്. ഈ തൂണിലുണ്ടോയെന്ന് ചൂണ്ടിക്കാണിച്ച് ഇങ്ങനെ ചോദിച്ചു. ഇപ്പം വന്നു പറഞ്ഞു ദൈവശക്തി ഇല്ലാണ്ട് അത് നിൽക്കില്ല. അതാണ് കുട്ടിക്ക് തോന്നിയിട്ടുള്ളത്. തൂണത് വെട്ടി കണ്ടിച്ച് അവിടെ വീണു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു വർത്തിക്കാണ് ചാടി വീണു. നരസിംഹം പകുതിക്കുന്ന കീഴ്പ്പെട്ട് മനുഷ്യനും പകുതിക്കുന്നു അവിടെ സംഭവം ചാടിയോട് വേണ്ടിട്ട് അങ്ങനെ കള്ളപ്പടി അകത്തും പുറത്തും വെച്ച് കൊല്ലാൻ പാടില്ല. കള്ളപ്പടിമ ചമ്മടപ്പടിയിട്ട് ഇരുന്നിട്ട് മടിയിലാണ്ട് മലർത്തി കെട്ടി സിംഹല്ലേ നഖം കൊണ്ട് അവിടെ മാന്തിയാണ്ട് നെഞ്ഞാണ്ട് മാന്തി പൊളിച്ച് ചോര പിടിച്ച് പിന്നെ ആളെ കാണാനില്ല. അവ എല്ലാത്തിനും കണ്ടിച്ചിട്ടാണ്. ദൈവമുണ്ട്, ദൈവമുണ്ട്, മനസ്സിലായില്ലേ?